ഇറക്കിയിട്ട് പ്ലൈവുഡിലൂടെ ഗേറ്റ് ചെയ്ത് ഇറക്കിയിട്ട് അഹമ്മദ് നഗർ മയൂർബായിയുടെ പാർക്കിങ്ങിൽ വന്ന് സവോള പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് 2 ദിവസമായി, ഞങ്ങൾക്ക് ലോഡായില്ല. ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ചായ കുടിക്കാൻ വേണ്ടി പോവാല്ലേ? ഓക്കെ. ഒരു പട്ടിയാണ്. എൻ്റെ കാലിന് എന്തോ ഇവിടെ നോക്കിയപ്പോൾ എൻ്റെ കാലിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. എൻ്റെ കാല് എന്തോ വെച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു ആവത്താനാണ് കേട്ടോ. അതെ അതെ അതെ. കാലിലെന്തോ പരിക്കുകളുണ്ട്. എന്താണെന്നറിയില്ല. ഇവിടുത്തെ ഒരു അന്തേവാസിയാണ്. പോയേക്കാം. മഴ ചായ കുടിക്കാൻ നമ്മൾ ഇറങ്ങിയപ്പോൾ മഴ ചതിക്കുമോ? ഈ നഗറിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടല്ലേ? നമ്മൾ ഇന്നലെ വന്നപ്പം നീങ്ങാതെ വന്നപ്പം രാത്രി മഴയുണ്ട്. മഴ ഒത്തിരി നാളായി. ഇപ്പോൾ ഈ മഹാരാഷ്ട്ര മഴ തുടങ്ങിയിട്ട് ഒരു 3-4 മാസമായി. മഴ നിൽക്കുന്നേ ഇല്ല അല്ലേ? ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. സവോള ലോഡ് കയറ്റാൻ പോകുന്ന വണ്ടികളുണ്ട്. 14 വീല് വണ്ടികളാണ് കൂടുതലും അല്ലേ ഭായി? അതെ അതെ. ടാറ്റയുടെ മോട്ടോഴ്സിന് അതേ ഒരു സർവീസ് സ്റ്റേഷൻ ഉണ്ട്. കൂടുതലും 16 വീല് വണ്ടികളാണ്. ഹൈടെക് ബോഡികളാണ്. വണ്ടികളുണ്ട്, രാജസ്ഥാൻ വണ്ടികളുണ്ട്. ലൈലാൻഡും ടാറ്റയും വണ്ടികളാണ് ഓടിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഈ ഭാരത് ബെൻസ് കൂടുതൽ ഓടിക്കുന്നത്. അതുകൊണ്ട് രാജസ്ഥാൻകാരുണ്ടോ വണ്ടിയെല്ലാം അടിപൊളിയായിട്ട് വണ്ടി കാണാൻ തന്നെ നല്ല ഒരു എല്ലാം ടാറ്റയുടെ വണ്ടികൾ. അവർക്കൊരു വിഷയമില്ല ഈ ടാറ്റയുടെ വണ്ടി യൂസ് ചെയ്യുന്നത്. അത് ഹൈടെക് ബോഡി നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഹൈവേയിലെത്തിയാണ്. നമ്മൾ സോളാപൂരിൽ നിന്ന് കല്യാൺ പോകുന്ന ഹൈവേയിലേക്ക് നമ്മൾ കയറിയിരിക്കും. മിഷനറികളാണെന്ന് കേട്ടോ. 14 വീലിന്റെ ടൈലറാണ് ഇത്. ബോംബെയിൽ നിന്ന് കയറ്റിയായിരിക്കും. ബോംബെയിൽ നിന്ന് കയറ്റി എനിക്ക് തോന്നുന്ന തമിഴ്നാടിന് പോകാൻ തോന്നുന്നു. തമിഴ്നാട് പോകാൻ തോന്നുന്നു വണ്ടി കണ്ടിട്ട്. ഇതുവഴി നേരെ സോളാപൂർ, ബിജാപൂർ, അങ്ങനെ ഹുബ്ലിയൊക്കെ ചെന്ന് ചിത്രദുർഗ തമിഴ്നാട് ചെന്നൈക്ക് പോകുന്ന വണ്ടിയാണ്. ചെറിയൊരു ചായക്കടയാണ്. ചെറിയൊരു അണ്ണന്മാരുടെ കടയാണ്. ആ കടയിൽ നമുക്ക് ചായ കുടിക്കാം. എന്നാ വാ ചായ കുടിക്കാം. 2 ചായ വേണം. ചായ ചായ പറഞ്ഞു. ചെറിയ ഗ്ലാസ് ചായ. गरम चाय पिलो. चाय बड़ा पाव बना भाई. बड़ा पाव
निकालना पड़ेगा, निकाल लेगा? कितना निकालना? 4 5? नहीं एक एक वाला पड़ेगा। नहीं खत्म है, निकालना पड़ेगा। आइसक्रीम मॉडल दो चाहिए ഏതാ അത് ക്രീമല്ലേ? ആ അതെനിക്ക് ഇവിടെ ഒന്ന് വാങ്ങിച്ചു തരും. ചായ അതെ ചായയും ഓക്കെ. എല്ലാം കൂടെ ക്രോഡീകരിച്ച് उधर आता है चाय पिलाएगा, उधर जाता है एक लोड नहीं है, दूसरा काम नहीं है, और क्या करेगा? കടയിലോട്ട് പോവല്ലേ, സാധനങ്ങൾ കുറവുണ്ട്. വൈകുന്നുണ്ടാവും. ഈ കൃഷി വിഭാഗത്തിന്റെ ബസാർ സമിതി APMC യൂണിയൻ മാർക്കറ്റ് ഇതിന്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ യൂണിയൻ മാർക്കറ്റ് ഉണ്ട്. നമുക്ക് ആ കടയിലോട്ട് പോയി സാധനങ്ങൾ മേടിച്ച് നമുക്ക് അത്യാവശ്യം അരിയും ഇച്ചിരി എണ്ണയും മറ്റ് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതെ നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ച അരി കുറച്ചുണ്ട്, എന്നാലും അത് കുറവാണ്. നാളെയോ നാളെ കഴിഞ്ഞിട്ട് ലോഡാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഫീൽഡ് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് പോകണമെന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല. അതിൻ്റെ താമസങ്ങളുണ്ട്. എല്ലാം ഒരു ലോറി ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു വെറും കഥകളാണ്, കഥകൾ അല്ലേ വൈ? കഥകളാണ് ഇതൊക്കെ, സ്റ്റോറികൾ. ചെന്നൈയിലേക്ക് വണ്ടിയാണ്. ഇവര് ബോംബെയിൽ നിന്ന് വരുന്ന ലോഡല്ല, ഇവര് ഈ വഴിക്കാണ്. ഈ അണ്ണന്മാരെ കൂടുതൽ ഈ വഴിക്ക് വന്നാണ് പോകുന്നത്. അണ്ണൻ വണ്ടികളായി ചെന്നൈക്ക് പോകുന്ന അണ്ണൻ വണ്ടിയല്ലേ, അവർ ഈ റൂട്ടിൽ കൂടെ അവർ പോകും അല്ലേ വൈ? അതെ എന്നാ അടിപൊളി വഴിയല്ലേ? അടിപൊളി വഴിയാണ്. ഓള വണ്ടിയാണ് ഇപ്പൊ സത്യം പറഞ്ഞ റോഡിൽ നോക്കിക്കഴിഞ്ഞാല് എന്താ തമിഴ്നാട് വണ്ടിയാ കൂടുതൽ. വണ്ടികളെ ഉള്ളൂ, GN വണ്ടി, RK വണ്ടി, MH വണ്ടികളെ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ വണ്ടികൾ കുറവാണ്. ടോൾ കൊടുത്താലെന്തോ ഇത് കണ്ടില്ലേ, നല്ല സൂപ്പർ വഴിയാണ്. നമ്മുടെ നാട്ടിലെ വണ്ടികൾ അപ്പുറത്തെ ഹൈവേ കൂടെ കൂടുതലും പോകും. ഈ വഴി അങ്ങനെ സഞ്ചരിക്കുക എല്ലാവർക്കും ആ കോലാപ്പൂര്, ആ നിപ്പാനി, ആ റൂട്ടിൽ കൂടെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള വണ്ടികളുടെ സഞ്ചാരങ്ങൾ കൂടുതൽ. ഇതുവഴി കയറി വരുന്നതെന്നറിയോ, ഇവര് ഈ ബോംബെന്ന് ഇവര് ഈ റൂട്ടിൽ കൂടെ കയറി വന്നു. ഇവിടെ ടോള് കുറവാണ്. അതെ ടോളും നല്ല വഴിയാണ്. ടോൾ കൊടുത്താലും നഷ്ടമൊന്നുമല്ല, വഴി അതുകൂടാതെ വഴിയാണ്. രണ്ട് ടോളെന്നാട്ടെ വളർന്നാണ്, ടോള് ഇല്ലെന്നാണ്. ഈ സർവീസ് വഴി എങ്ങനെ നടന്നു പോകാം? നമ്മള് സിമെന്റ് ട്രാൻസ്പോർട്ട് വണ്ടിയിൽ സിമെന്റ് ബെസ്റ്റിലൊക്കെ ഓടിയപ്പോഴേ ശരി തമിഴ്നാട്ടിൽ ഇത് കണ്ടിട്ടുണ്ട്. ഇതെന്തോ ശരിയായത് ആര്യങ്കാവിൽ നിന്ന് അങ്ങോട്ട് പോവുകയല്ല. ആര്യങ്കാവിൽ നിന്ന് സിമെന്റ് എടുക്കാൻ താളയം സിമെന്റ് ഫാക്ടറിയിലോട്ട് പോകുമ്പോൾ ആലങ്കുളം ബബൂർ സത്രമൊക്കെ ചെന്ന് കഴിയുമ്പം ഈ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ കുയില് പാടുകയില്ല. അപ്പൊ അവിടെ കാണുന്ന ഒരു സാധനമാണ് ഈ ചെടി. ഇത് ഈ മഹാരാഷ്ട്രയിലും ഉണ്ട്, കർണാടകത്തിലും മുള്ളുണ്ട് സാധനം. ഇവിടെ ഇതിങ്ങനെ വലിയ മരം പോലെ ആകുമ്പോ വലിയ മരം കൂട്ടാ സാധനം, ഭയങ്കര സ്ട്രോങ് ആയത്. പിന്നെ കരിമ്പ് കൃഷി, കരിമ്പ് കൃഷിയാണ്. ചെറിയൊരു കിളിച്ചു വരുന്നതേ ഉള്ളു സാധനം. ഇവിടുത്തെ ഒരു മെയിൻ കൃഷിയായി കരിമ്പ് കൃഷി. മുഖർന്ന് ഓടിച്ചാലോ? കണ്ടവായി എനിക്ക് കടിക്കാൻ പല്ലിനൊരു പ്രശ്നമാണ്. അല്ല ഇത് കിളിച്ചു വരുന്നതേ ഉള്ളു സാധനം, ഇത് കനക്കുറവാ. ഇച്ചിരി കൂടെ ഒന്ന് വണ്ണമായിരുന്നെങ്കിൽ നമുക്ക് ഒരെണ്ണം ഓടിക്കായിരുന്നു. ആയി വരുന്നേ ഉള്ളൂ. ഇവിടെ കരിമ്പൊക്കെ തീർന്നു, ഇപ്പൊ ആയി വരുന്നതേ ഉള്ളൂ. ഇടയ്ക്കൊന്നും കൃഷിയില്ല, ഇടയ്ക്ക് കൃഷിയില്ല. അത് അപ്പുറത്തൊരു കരിമ്പുണ്ടോ വൈ, അതുകൊണ്ടോ വൈ കൃഷി നിർത്തിയാന്ന് തോന്നുന്നത്. അതെ ഒരു പരിപാടി നടത്തി കൊയ്ത്ത് കഴിഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെച്ചു പോയി. അതെ ഇടയ്ക്കത്തെ പാടം അതിന്റെ പരിപാടി കൊയ്ത്ത് കഴിഞ്ഞാണ്. വീണ്ടും ഉണ്ടല്ലോ മറ്റേ മരം. അതെ മുള്ള അത്. ഇത് മറ്റേ എൻഫീൽഡിന്റെ
എൻഫീൽഡിന് എഞ്ചിന് ഡബിൾ ടക്കർ കയറ്റിയത്. ഇതെന്തോ കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണെന്ന് തോന്നല്ലേ? റോയൽ എൻഫീൽഡിന് എഞ്ചിനാണ് ഇതോ? അതിന്റെ ഇതൊക്കെ പക്ഷെ എഞ്ചിൻ വരാൻ തോന്നുന്നു. ഇത് റോയൽ എൻഫീൽഡിന്റെ എഞ്ചിനൊന്നും അല്ല. ഇത് അതിനോടൊരു സാദൃശ്യം ഉണ്ടെന്നുള്ളത് എന്തോ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ്. കൊയ്യുന്ന കള ഒഴുകുന്ന സെറ്റപ്പാണ്. മെഷീനറികൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. വെളിയിലൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് ചുമ്മാ ഞങ്ങൾ വെളിയിലിട്ടേക്കല്ല. മഴയൊക്കെ പോയി നനയല്ലോ ഇത്. അതെ 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 ഇതെല്ലാം സാധനങ്ങളാണ്, എല്ലാം കൃഷി ആവശ്യത്തിനുള്ള സാധനങ്ങളാണ്. തുരുമ്പെടുക്കാതിരിക്കാനുള്ള പരിപാടി ചെയ്യുന്നത്. പക്ഷെ തുരുമ്പൊന്നുമില്ല ഒരു സാധനത്തിന്, അങ്ങനെ വലിയ തുരുമ്പുകളൊന്നും സാധനമോ പൈ അത് ഏതാ ഏതാ ഇരിക്കുന്ന ആ ചുമല നിറമുള്ളത്? അത് ട്രാക്ടറിന്റെ പുറകെ എന്തോ പരിപാടി. അതെ 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 നേരത്തെയൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വീടുകളും ഇവരെല്ലാം ഈ ഒറ്റമുറി വീടുകളിൽ ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ മാറ്റമായി കേട്ടോ. വീടുകളും പണിയുന്നുണ്ട്. അതെ അതെ സാധനങ്ങൾ നമ്മൾ മേടിച്ചല്ലേ ഭയുടെ കയ്യിൽ. അതെ 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 പിന്നെ ഭയ നമുക്കൊരു കട്ടത്തടി കിട്ടി ഭയ. നമ്മുടെ ടയർ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു കട്ടത്തടി വഴി തരുന്ന. അതെ 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 ചുമ്മാ പാഴായി പോകുന്ന സാധനമാണ്. നമുക്കിത് പ്രയോജനപ്പെടും എപ്പോഴേലും. അതെ അതെ നമ്മുടെ പാർക്കിംഗ് ഉണ്ടോ വഴി വളരെയധികം പാർക്കിംഗ് ഇല്ല, പാർക്കിംഗ് കുഴപ്പമില്ല. പക്ഷെ വഴി നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത് കണ്ടം നേരത്തെയാണ്. ശകലം കല്ലുകളൂടെ ഇട്ട് കഴിയുകയാണെങ്കിൽ വണ്ടി ഈ നമ്മുടെ ഈ 12 വീലും 14 വീലും വണ്ടികളൊക്കെ ആയതുകൊണ്ട് ഈ ഡമ്മി വീല് പിടിക്കാതെ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ രാവിലെ വന്നപ്പോൾ ഇച്ചിരി സീനായി നമുക്ക്. ഇത് കണ്ടില്ലേ വഴിയുടെ അവസ്ഥ? അതെ അതെ. എന്നാലും നമ്മൾ പിടിയും പോയുമ്പോൾ അകത്ത് കയറ്റി കിട്ടും. മഴയില്ലെങ്കിൽ കുഴപ്പമില്ല. മഴ പെയ്തുകൊണ്ടാണ് ഈ ചള്ളക്കകത്ത് കിടന്ന് കറങ്ങും. രാവിലെ വന്നൊരു 16 വീല് കണ്ടില്ല നമ്മൾ വന്നപ്പോൾ. അതെ 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 അവരാകപ്പാടെ ബുദ്ധിമുട്ടായി. പിന്നെ എന്നാലും സഹായിച്ചു, എല്ലാവരും കൂടെ തള്ളി അതെ ആ വണ്ടി അവർ ലോഡ് കയറ്റാൻ പോയി. പട്ടി കിടന്നു എന്ത് രസമുണ്ടല്ലേ? നല്ല തണുപ്പല്ലേ ഇവിടെ? അതെ 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 തണുപ്പ് കാലാവസ്ഥയല്ലേ പൂനെ. ബോംബെയിലാണ് നമുക്ക് ബോംബെ ഭയങ്കര ചൂടാ. പൂനെ എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലാവസ്ഥയല്ലോ. മറ്റേ പട്ടി കിടക്കുന്നുണ്ടോ ഭൈ? അതെ അതെ അതിന്റെ കിടപ്പ് കണ്ടോ? നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോ കണ്ട പട്ടിയാ അല്ലേ? അതിന്റെ കൂട്ടത്തിൽ വേറൊരു പട്ടികളുണ്ട്. ഇത് ഇവള് പെണ്ണ. അതെ അതെ അവനാണ്. അവന്റെ കാലിൽ ഇച്ചിരി ഡേഞ്ചറാ. ഉറങ്ങട്ടെ. നമുക്ക് വണ്ടിയിലോട്ട് കിടക്കാം. നമ്മുടെ വണ്ടി എന്ത് പോയി? അപ്പുറത്താ പോയി. കേരള വണ്ടി കൊണ്ടുപോയി. കേരള വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാറായിരിക്കുകയാണ്. എന്റെ കഥകള് ലോറി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കഥകളാണ്. ഈ ലോറിയോട് ഇഷ്ടമുള്ള ഓണർമാരാണ് ഈ പ്രസ്ഥാനം, ഈ മൂവ്മെന്റ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അവർ ചെറുപ്പം മുതലേ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് അവർ ഈ ലോറി പ്രസ്ഥാനത്തെ അവർ സ്നേഹിച്ചുകൊണ്ട്. വളരെയധികം ടോളാണ്, ഫാസ്റ്റാഗ്, ഡീസലിന് വളരെയധികം നിരക്ക് കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പം വണ്ടി ഓടിക്കഴിഞ്ഞാൽ വലിയ മെച്ചമൊന്നുമില്ല. ഒരു ലോഡ് പോയിട്ട് അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് വന്നാൽ വെറും 10,000 രൂപയ്ക്കാണ് അവർ ഓണർക്ക് കിട്ടുന്നത്. തൊഴിലാളിക്കും ഒന്നും കിട്ടുന്നില്ല. കരിച്ച ബാറ്റ കൂടുന്നില്ല. പഴയ ബാറ്റ, അതേ ബാറ്റയാണ് ഇപ്പം നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഒരു 10 വർഷമായ ഞാൻ ലോറി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷം മേളിലായി. എനിക്ക് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന അതേ ബാറ്റ ഇപ്പോഴും തുറന്നുകൊണ്ട് പോകുന്നത്. ഈ ലോറി പ്രസ്ഥാനവുമായിട്ടുള്ള കഥകൾ എന്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക, ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമസ്കാരം. എന്റെ വീഡിയോ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ കാണുക, ഇല്ലാത്തവർ കാണാതിരിക്കുക.